നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കൺവല്യൂഷൻ തിയറവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസൾട്ടുകളാണ് ചെയ്തത്. പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു കൺവല്യൂഷനെ ബേസ് ചെയ്തിട്ട്. ഇനി കൺവല്യൂഷനിൽ നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലിക്കേഷൻ മാത്രമല്ല, ഇൻ്റഗ്രൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യും? കൺവല്യൂഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാം എങ്ങനെയാണ് കൺവല്യൂഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എഫ് ജിൻ്റെ കൺവല്യൂഷൻ, രണ്ട് ഫംഗ്ഷൻ ഉണ്ട് എഫും ജിയും. അത് രണ്ടിൻ്റെയും കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഫ് സ്റ്റാർ ജി എന്നാണ് ഡിനോട്ട് ചെയ്യുക. അതിൻ്റെ ഡെഫിനേഷൻ എഫ് സ്റ്റാർ ജി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു എന്നാണ്. അപ്പോൾ ഈ ഇൻ്റഗ്രലിനെ നമുക്ക് എഫ് സ്റ്റാർ ജി എന്ന് എഴുതാം. അതുപോലെ തന്നെ എഫ് സ്റ്റാർ ജി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ദ ഫോളോയിങ് ഇൻ്റഗ്രൽ ഇക്വേഷൻ y ഓഫ് ടി ഈക്വൽ ടു ടി പ്ലസ് ഇൻ്റഗ്രൽ 0 to t y ഓഫ് യു ഇൻറ്റു സൈൻ ടി മൈനസ് യു ഡി യു. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇൻ്റഗ്രൽ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇപ്പോൾ dy ബൈ ഡി എക്സ് അല്ലെങ്കിൽ d സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് അങ്ങനെയാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരിക. ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാലോ നമ്മൾക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനിൽ ഇൻ്റഗ്രൽ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഇൻ്റഗ്രൽ ഇക്വേഷൻ ആണ്. കാരണം y ഓഫ് ടി ഈക്വൽ ടു ടി പ്ലസ് ഇൻ്റഗ്രൽ 0 to t എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് y ഓഫ് ടീൻ്റെ വാല്യൂ ആണ്. അപ്പോൾ y ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി പ്ലസ് ഇങ്ങനെ ഒരു ഇൻ്റഗ്രൽ തന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം ഇതിൻ്റെ y ഓഫ് ടി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ y ഓഫ് ടി തന്നെ തന്നിട്ടുള്ളത്, ഇതിൽ നിന്ന് y ഓഫ് ടീൻ്റെ ആക്ച്വൽ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം, അതായത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ലാപ്ലേസ് കണ്ടുപിടിക്കണം. കാരണം കൺവല്യൂഷൻ്റെ ആ ഫോമിൽ ആണോ ഇത് കിടക്കണമെന്ന് നോക്കാം, എന്നിട്ടേ നമുക്കത് മനസ്സിലാവുള്ളൂ എങ്ങനെയുള്ളതാണെന്ന്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇതിൻ്റെ ലാപ്ലേസ് കണ്ടുപിടിക്കണം. അതിന് ശേഷം അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസും കാണാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ y ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി പ്ലസ് ഇൻ്റഗ്രൽ 0 to t y ഓഫ് യു ഇൻറ്റു സൈൻ ടി മൈനസ് യു ഡി യു എന്നാണ് ഈ ഫോമിൽ കിടക്കണം. എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു y ഓഫ് യു സൈൻ ഓഫ് ടി മൈനസ് യു. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ടി പ്ലസ് y സ്റ്റാർ, അതായത് ഇവിടുത്തെ ടി പ്ലസ് ഇൻ്റഗ്രൽ 0 to t y ഓഫ് യു ഇൻറ്റു സൈൻ ടി മൈനസ് യു ഡി യുവിനെ മാറ്റിയിട്ട് y സ്റ്റാർ സൈൻ എന്ന് എഴുതാം. എഫ് സ്റ്റാർ ജി ആണ് എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു. സോ y ഓഫ് യു ഇൻറ്റു സൈൻ ഓഫ് ടി മൈനസ് യുവിനെ y സ്റ്റാർ സൈൻ ഓഫ് ടി എന്ന് എഴുതാം. അപ്പോൾ തന്നിട്ടുള്ള ഇക്വേഷൻ എന്തായി മാറി? y ഓഫ് ടി ഈക്വൽ ടു ടി പ്ലസ് y സ്റ്റാർ സൈൻ ഓഫ് ടി. ഇനി നമുക്കിതിൻ്റെ ലാപ്ലേസ് കാണാം. ലാപ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? y ഓഫ് ടീൻ്റെ ലാപ്ലേസിനെ നമ്മൾ y ഓഫ് എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. സോ രണ്ട് സൈഡിൽ ലാപ്ലേസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? y ഓഫ് എസ് ഈക്വൽ ടു എൽ ഓഫ് y ഓഫ് ടി ഈക്വൽ ടു എൽ ഓഫ് ടി പ്ലസ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. എൽ ഓഫ് ടി പ്ലസ് എൽ ഓഫ് y സ്റ്റാർ സൈൻ ഓഫ് ടി. എൽ ഓഫ് ടി പ്ലസ് എൽ ഓഫ് y സ്റ്റാർ സൈൻ ഓഫ് ടി. എൽ ഓഫ് ടീൻ്റെ വാല്യൂ 1/s². എൽ ഓഫ് എഫ് സ്റ്റാർ ജി എന്ന് പറയുന്നത് എൽ ഓഫ് എഫ് ഇൻറ്റു എൽ ഓഫ് ജി ആണ്. അപ്പോൾ എൽ ഓഫ് y ഇൻറ്റു എൽ ഓഫ് സൈൻ ടി which is equal to 1/s² plus L of y of t ന്റെ വാല്യൂ y of s into L of sin t എന്ന് പറഞ്ഞാൽ 1/s² plus 1. ഇനി നമ്മൾ ലെഫ്റ്റിലുള്ളത് y of s ആണ്, റൈറ്റിൽ ഒരു y of s ന്റെ ടേംസ് ഉണ്ട്. അപ്പോൾ y of s ന്റെ രണ്ട് ടേമും നമ്മൾ ഒരുമിച്ചാക്കുന്നു. ഇവിടെ 1 ഉണ്ട്, ഈ പ്ലസ് y of s ന്റെ ടേം y of s ഡിവൈഡഡ് ബൈ s² plus 1 ലെഫ്റ്റിലേക്ക് വരുമ്പോൾ മൈനസ് 1/s² plus 1 into y of s which is equal to 1/s². Therefore y of s equal to എന്ത് വരും? 1/s² ഹോൾ ഡിവൈഡഡ് ബൈ ഈ ടേമിന് ഇങ്ങോട്ട് കൊണ്ടുവരിക. 1 ഇത് ഇൻറ്റു ആണ്, ഇൻറ്റു റൈറ്റിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. 1/s² ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് s² പ്ലസ് 1 which is equal to 1/s² ഹോൾ ഡിവൈഡഡ് ബൈ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 1 into s² പ്ലസ് 1 s² പ്ലസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ s² പ്ലസ് 1 പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് 1/s² ഹോൾ ഡിവൈഡഡ് ബൈ s² ബൈ s² പ്ലസ് 1 which is equal to ഇത് മുകളിലേക്ക് പോകുമ്പോൾ എന്താവും? 1/s² into s² plus 1 divided by s² now that is s² plus 1 divided by s raised to 4. അപ്പോൾ y of s ന്റെ വാല്യൂ കിട്ടി s² plus 1 divided by s raised to 4. ഇനി നമുക്ക് എന്ത് ചെയ്യണം? y of t ആണ് വേണ്ടത്, y of t ആണ് സോൾവ് ചെയ്യേണ്ടത്. സോ y of s ഉണ്ട്, y of t കിട്ടാൻ എന്ത് ചെയ്യണം? ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കാം. Therefore y of t equal to L inverse of y of s which is equal to L inverse of s² plus 1 divided by s raised to 4 which is equal to L inverse of s² by s raised to 4 plus 1 by s raised to 4 which is equal to ഇവിടെ 2 s ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണം ക്യാൻസൽ ചെയ്തു. അപ്പോൾ L inverse of 1/s² plus 1/s raised to 4 which is equal to L inverse of 1/s² plus L inverse of 1/s raised to 4 എന്ന് എഴുതാം.
L inverse of 1 by a square എന്ന് പറയുന്നത് t ആണ്. അല്ല L of t 1 by a square ആണ്. So L inverse of 1 by a square t plus L inverse of 1 by s raised to 4. L inverse of 1 by s raised to n എന്ന് പറയുന്നത് t raised to n minus 1 divided by n minus 1 factorial ആണ്. അപ്പോൾ L inverse of 1 by s raised to 4 എന്ന് പറഞ്ഞാൽ എന്ത് വരും? t raised to n minus 1. അപ്പോൾ t raised to 4 minus 1 divided by 4 minus 1 factorial. That is t cube by 3 factorial. Which is equal to t plus t cube by 3 factorial എന്ന് പറഞ്ഞാൽ 3 into 2 into 1. That is equal to 6. അപ്പോൾ നമുക്ക് ഈ ആൻസർ ഇന്റഗ്രൽ ഇക്വേഷന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ y of t ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ കിട്ടിയത്? t plus t cube by 6 എന്ന് കിട്ടി. അടുത്തത് ഒരു ഇക്വേഷൻ, ഇന്റഗ്രൽ ഇക്വേഷന്റെ ഫോം ആണ് വോൾട്ടറ ഇന്റഗ്രൽ ഇക്വേഷൻ. ഒരു ഇന്റഗ്രൽ ഇക്വേഷന്റെ ഫോം അതേത് ഫോമിലുള്ളതിനെയാണ് വോൾട്ടറ ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് നോക്കാം. വോൾട്ടറ ഇന്റഗ്രൽ ഇക്വേഷൻ ഫോർ എഫ് ഓഫ് ടി ഈസ്, ഇതാണ് വോൾട്ടറ ഇന്റഗ്രൽ ഇക്വേഷൻ. എഫ് ഓഫ് ടി ഈക്വൽ ടു ടോട്ടൽ 3 ഫംഗ്ഷൻ ഉണ്ടാവും. അതിൽ ഫസ്റ്റ് വൺ എഫ് ഓഫ് ടി ഈക്വൽ ടു ജി ഓഫ് ടി പ്ലസ് ഇന്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടോ ഇൻറ്റു എച്ച് ഓഫ് ടി മൈനസ് ടോ ഡി ടോ. ഇങ്ങനെ മാത്രം വരികയാണെങ്കിൽ ഇന്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു ജി ഓഫ് ടി മൈനസ് യു ഡി യു എന്ന ഫോം ആണെങ്കിൽ ഇത് കൺവല്യൂഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ വേറൊരു ഫംഗ്ഷൻ, ഇതൊരു ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ പ്ലസ് നമ്മുടെ കൺവല്യൂഷൻ്റെ ഡെഫിനിഷൻ്റെ ആ ഫോമിൽ വരിക. ഇങ്ങനെ തരുന്ന ഇന്റഗ്രൽ ഇക്വേഷനെയാണ് വോൾട്ടറ ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയാം. ഇവിടെ ജി ഓഫ് ടീൻ്റെ വാല്യൂയും എച്ച് ഓഫ് ടീൻ്റെ വാല്യൂയും നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും. ഇനി വോൾട്ടറ ഇന്റഗ്രേഷൻ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്ത് ചെയ്യണം? സോൾവ് എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ തരുമ്പോൾ ആദ്യം ലാപ്ലേസ് കാണാം, എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് കാണും. കാരണം നമുക്ക് y of t അല്ലെങ്കിൽ f of t തന്നെയാണ് തരിക. അതിൻ്റെ വാല്യൂ തന്നെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് അതിൻ്റെ ലാപ്ലേസ് കണ്ടുപിടിക്കുക, അതിനുശേഷം ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. സോൾവ് ദ ഫോളോയിങ് വോൾട്ടറ ഇന്റഗ്രൽ ഇക്വേഷൻ f of t is equal to 3t square minus e raised to minus t minus integral 0 to t f of tau into e raised to t minus tau d tau. അപ്പോൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? ആദ്യം ഇന്റഗ്രൽ ഇക്വേഷനെ മാറ്റി എഴുതാൻ പറ്റുമെന്ന് നോക്കാം. കാരണം ഇന്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടോ ഡി ഇ റേസ് ടു ടി മൈനസ് ടോ ഡി ടോ എന്ന് പറയുന്നത് നമ്മുടെ കൺവല്യൂഷൻ്റെ റിസൾട്ടാണ്. സോ ഇതിനെങ്ങനെ മാറ്റി എഴുതാം? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഇന്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു ജി ഓഫ് ടി മൈനസ് യു ഡി യു ആണെങ്കിൽ നമ്മൾ എഫ് സ്റ്റാർ ജി എന്ന് എഴുതും. അപ്പോൾ ഇവിടെ ആകുമ്പോൾ എഫും ഇ റേസ് ടു ടി യു ആണ്. സോ ഇന്റഗ്രൽ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? എഫ് ഓഫ് ടി ഈക്വൽ ടു 3t സ്ക്വയർ മൈനസ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് എഫ് ഓഫ് ടി സ്റ്റാർ ജി ഓഫ് ടി അല്ലെങ്കിൽ എഫ് സ്റ്റാർ ഇ ഓഫ് ടി എന്നാണ് എഴുതുക. ഇതിന് പകരം എഫ് ഓഫ് ടി സ്റ്റാർ ഇ ഓഫ് ടി. ഇനി ഇതിന് രണ്ട് സൈഡ് നമ്മൾ ലാപ്ലേസ് എടുക്കുകയാണ്. എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് എഫ് ഓഫ് എസ് ആണെന്ന് നമുക്കറിയാം. സോ രണ്ട് സൈഡ് ലാപ്ലേസ് എടുത്ത് എന്ത് വരും? എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു, അപ്പോൾ നമ്മൾ രണ്ട് സൈഡും എന്ത് ചെയ്യാണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുകയാണ്. അപ്പോൾ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എൽ ഓഫ് 3t സ്ക്വയർ മൈനസ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് എഫ് ഓഫ് ടി സ്റ്റാർ ഇ റേസ് ടു ടി വിച്ച് ഇസ് ഈക്വൽ ടു ബൈ ലീനിയാരിറ്റി പ്രോപ്പർട്ടി നമുക്ക് എന്ത് ചെയ്താം? ഓരോ ടേമിനായിട്ട് ലാപ്ലേസ് കൊടുക്കാം. അപ്പോൾ എൽ ഓഫ് 3t സ്ക്വയർ എന്നാണ്, 3 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ലാപ്ലേസിന് പുറത്തേക്ക് എടുക്കാം. 3 ഇൻറ്റു എൽ ഓഫ് ടി സ്ക്വയർ മൈനസ് എൽ ഓഫ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് എൽ ഓഫ് എഫ് ഓഫ് ടി സ്റ്റാർ ഇ റേസ് ടു ടി വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു എൽ ഓഫ് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ ഓഫ് ടി റേസ് ടു എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1 ആണ്. ഇപ്പോൾ ടി സ്ക്വയറിൻ്റെ ലാപ്ലേസ് 2 ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു 2 പ്ലസ് 1 മൈനസ് എൽ ഓഫ് ഇ റേസ് ടു എ ടി 1 ബൈ എസ് മൈനസ് എ ആണ്. സോ എൽ ഓഫ് ഇ റേസ് ടു മൈനസ് ടി 1 ബൈ എസ് മൈനസ് മൈനസ് 1 മൈനസ് എൽ ഓഫ് എഫ് സ്റ്റാർ ജി എന്ന് പറഞ്ഞാൽ എൽ ഓഫ് എഫ് ഇൻറ്റു എൽ ഓഫ് ജി ദാറ്റ് ഈസ് എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു എൽ ഓഫ് ഇ റേസ് ടു ടി which is equal to 2 ഫാക്ടോറിൻ്റെ വാല്യൂ 2 തന്നെ. അപ്പോൾ 3 ഇൻറ്റു 2 6 ഡിവൈഡഡ് ബൈ എസ് റേസ് ടു 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എസ് ക്യൂബ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് മൈനസ് 1 എസ് പ്ലസ് 1 മൈനസ് എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എസ് ഇൻറ്റു എൽ ഓഫ് ഇ റേസ് ടു ടി 1 ബൈ എസ് മൈനസ് 1. അപ്പോൾ രണ്ട് സൈഡിൽ എഫ് ഓഫ് എസ് വരുന്നുണ്ട്. ഇപ്പോൾ എഫ് ഓഫ് എസിൻ്റെ ടേംസ് ഒരുമിച്ച് കൊണ്ടുവരിക. ദെൻ എഫ് ഓഫ് എസ് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് എഫ് ഓഫ് എസ് ഇൻറ്റു 1 ബൈ എസ് പ്ലസ് 1. ഇത് ലെഫ്റ്റിലേക്ക് വന്നാൽ പ്ലസ് 1 ബൈ എസ് മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് എസ് എന്നാവും. അപ്പോൾ 1 പ്ലസ് 1 ബൈ എസ് മൈനസ് 1 പ്ലസ് 1 ബൈ എസ് മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് എസ് ഈക്വൽ ടു 6 ബൈ എസ് ക്യൂബ് മൈനസ് 1 ബൈ എസ് പ്ലസ് 1. ഇത് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 6 ഇൻറ്റു എസ് പ്ലസ് 1 മൈനസ് 6 ഇൻറ്റു എസ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 6s പ്ലസ് 6 മൈനസ് എസ് ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് ഇൻറ്റു എസ് പ്ലസ് 1.
നമുക്ക് വേണ്ടത് എഫ് ഓഫ് എസ് ആണ്. അപ്പോൾ സോൾവ് എഫ് ഓഫ് ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് കിട്ടേണ്ടത് എഫ് ഓഫ് ടി ആണ്. എഫ് ഓഫ് ടീൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ആദ്യം എഫ് ഓഫ് എസ് കാണാം, എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് കാണാം. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എസ് ആണ് ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഈ ടേം റൈറ്റിക്ക് വരും. അപ്പോൾ 6s പ്ലസ് 6 മൈനസ് എസ് ക്യൂബ് ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് ഇൻറ്റു എസ് പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ ഇതിനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എസ് മൈനസ് 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1. മൈനസ് 1 പ്ലസ് 1 ക്യാൻസൽ ആയി എസ് ബൈ എസ് മൈനസ് 1 വരും. ഇനി ഇത് മുകളിലേക്ക് എടുത്താൽ എന്ത് വരും? 6s പ്ലസ് 6 മൈനസ് എസ് ക്യൂബ് ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് പ്ലസ് 1. ഇത് മുകളിലേക്ക് പോകുമ്പോൾ എസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് എന്നാവും ഇൻറ്റു. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6s പ്ലസ് 6 മൈനസ് എസ് ക്യൂബ് ഇൻറ്റു എസ് മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് വിച്ച് ഇസ് ഈക്വൽ ടു 6s ഇൻറ്റു എസ് 6s സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു എസ് 6s പ്ലസ് 6 ഇൻറ്റു എസ് മൈനസ് എസ് ക്യൂബ് ഇൻറ്റു എസ് മൈനസ് എസ് റേസ് ടു 4. ഇനി 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6s ഇൻറ്റു മൈനസ് 1 മൈനസ് 6s പ്ലസ് 6 ഇൻറ്റു മൈനസ് 1 മൈനസ് 6 മൈനസ് എസ് ക്യൂബ് ഇൻറ്റു 1 പ്ലസ് എസ് ക്യൂബ്. 6s മൈനസ് 6s ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് മൈനസ് എസ് റേസ് ടു 4 പ്ലസ് എസ് ക്യൂബ് പ്ലസ് 6 സ്ക്വയർ മൈനസ് 6 ഡിവൈഡഡ് ബൈ താഴത്തെ ടേം എസ് ക്യൂബ് ഇൻറ്റു എസ് സ്ക്വയർ എസ് റേസ് ടു 5 പ്ലസ് എസ് ക്യൂബ് ഇൻറ്റു എസ് റേസ് ടു 4. രണ്ടിടത്തും കൂടെ എസ് റേസ് ടു 4 പുറത്തേക്ക് എടുക്കുക. ബാക്കിയുള്ളത് എസ് പ്ലസ് 1. അപ്പോൾ താഴെ എസ് റേസ് ടു 4 ഇൻറ്റു എസ് പ്ലസ് 1 കിട്ടി. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് എഫ് ഓഫ് എസ് നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് യൂസ് ചെയ്യുക. താഴത്തെ ടേം നമുക്ക് എസ് റേസ് ടു 4 ഇൻറ്റു എസ് പ്ലസ് 1. അപ്പോൾ അതിന് നമ്മൾ മാറ്റി എഴുതുകയാണ്. മൈനസ് എസ് റേസ് ടു 4 പ്ലസ് എസ് ക്യൂബ് പ്ലസ് 6 സ്ക്വയർ മൈനസ് 6 ഡിവൈഡഡ് ബൈ എസ് റേസ് ടു 4 ഇൻറ്റു എസ് പ്ലസ് 1നെ ബൈ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ നമുക്ക് അങ്ങനെ എഴുതാം. എസ് റേസ് ടു 4 ആവുമ്പോൾ അതുവരെയുള്ള 4 ടേംസ് വരും. അതായത് എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് സി ബൈ എസ് ക്യൂബ് പ്ലസ് ഡി ബൈ എസ് റേസ് ടു 4. അടുത്തത് എസ് പ്ലസ് 1 ആണ്. സോ ഇ ബൈ എസ് പ്ലസ് 1. ഇനി എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം ആക്കുക. അതായത് എസ് റേസ് ടു 4 ഇൻറ്റു എസ് പ്ലസ് 1 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ലെഫ്റ്റിൽ മൈനസ് എസ് റേസ് ടു 4 പ്ലസ് എസ് ക്യൂബ് പ്ലസ് 6 സ്ക്വയർ മൈനസ് 6 ഈക്വൽ ടു ഇതിൽ ഓരോ ടേമിനെയും എസ് റേസ് ടു 4 ഇൻറ്റു എസ് പ്ലസ് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ഇൻറ്റു എസ് റേസ് ടു 4 ഇൻറ്റു എസ് പ്ലസ് 1 വരും. അപ്പോൾ അതിലത്തെ ഒരു എസ് ക്യാൻസൽ ആവും. അപ്പോൾ ബാക്കിയുള്ളത് എസ് ക്യൂബ് ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് ഇവിടെ ബി ഇൻറ്റു കൂടെ എസ് റേസ് ടു 4 ബി ഇൻറ്റു എസ് റേസ് ടു 4 ഇൻറ്റു എസ് പ്ലസ് 1 ആണ്. ഇവിടെ എസ് സ്ക്വയർ ഉള്ളത്. അപ്പോൾ ഈ 4 രണ്ടെണ്ണം ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് സി ബൈ എസ് ക്യൂബ് ഉണ്ട്. ഇതിൻ്റെ കൂടെ എസ് റേസ് ടു 4 ഇൻറ്റു എസ് പ്ലസ് 1 മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ക്യൂബ് ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ 3 എസ് ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് എസ് ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് ഡി ബൈ എസ് റേസ് ടു 4ൻ്റെ കൂടെ എസ് റേസ് ടു 4 ഇൻറ്റു എസ് പ്ലസ് 1 മൾട്ടിപ്ലൈ ചെയ്താൽ എസ് റേസ് ടു 4 ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് എസ് പ്ലസ് 1 പ്ലസ് ഇ ബൈ എസ് പ്ലസ് 1ൻ്റെ കൂടെ എസ് റേസ് ടു 4 ഇൻറ്റു എസ് പ്ലസ് 1 മൾട്ടിപ്ലൈ ചെയ്താൽ എസ് പ്ലസ് 1 ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് എസ് റേസ് ടു 4. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ കോൺസ്റ്റൻസിൻ്റെ എല്ലാം വാല്യൂസ് ആണ്. എ ബി സി ഡി ഇ. അതിന് വേണ്ടിയിട്ട് എസിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ കോഎഫിഷ്യൻസുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ എസിന് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അപ്പോൾ എസ്സുള്ള ടേംസ് എല്ലാം എന്തായി പോവും? 0 ആയി പോവും. പുട്ട് എസ് ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും കൊടുക്കണം ആ വാല്യൂസ്. ലെഫ്റ്റിൽ എസിന് 0 കൊടുത്ത ഈ ടേംസ് എല്ലാം പോയി ബാലൻസ് ഉള്ളത് -6 ആണ്. റൈറ്റ് സൈഡിൽ എസിന് 0 കൊടുത്ത ഈ ടേമിൽ 0, ഇത് 0, ഇവിടെ എസ് ഉണ്ട്, ഇത് 0 ആവും. ഇവിടെ ഡി ഇൻറ്റു എസ് പ്ലസ് 1 എസിന് 0 കൊടുത്ത ഡി, ഈ ടേമിൽ എസ് റേസ് ടു 4 ഉണ്ട്, സോ 0. അപ്പോൾ എന്ത് കിട്ടി? -6 ഈക്വൽ ടു ഡി. അതായത് ഡിൻ്റെ വാല്യൂ -6 ആണെന്ന് കിട്ടി. ഇനി അടുത്തത് എസിന് കൊടുക്കാൻ പറ്റിയ വാല്യൂ -1 ആണ്. അപ്പോൾ -1 കൊടുത്താൽ -1 പ്ലസ് 1, ഇത് 0 പോവും, ഇത് 0, ഈ ടേം 0, ഈ ടേം 0. ബാക്കിയുള്ളത് ഈ എസ് റേസ് ടു 4 ആണ്. ലെഫ്റ്റിൽ എസ് റേസ് ടു -4, അതിനെല്ലാം എസ്സുള്ള ടേമിലൊക്കെ -1 കൊടുക്കുക. മൈനസ് ഓഫ് -1 റേസ് ടു 4 പ്ലസ് -1ൻ്റെ ക്യൂബ് പ്ലസ് 6 ഇൻറ്റു -1ൻ്റെ സ്ക്വയർ -6 ഈക്വൽ ടു ഇ ഇൻറ്റു -1 റേസ് ടു 4. ഇറ്റ് ഇംപ്ലൈസ് -1 റേസ് ടു 4 1, -1, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, -1 റേസ് ടു 4 ആണ് 1. സോ -1 പ്ലസ് -1ൻ്റെ ക്യൂബ് -1 പ്ലസ് 6 ഇൻറ്റു -1ൻ്റെ സ്ക്വയർ 1. സോ 6 ഇൻറ്റു 1 6, -6 ഈക്വൽ ടു ഇ ഇൻറ്റു -1 റേസ് ടു 4. -1 റേസ് ടു 4 ചെയ്താൽ 1.
സോ എന്താ കിട്ടി 6 മൈനസ് 6 ക്യാൻസൽ ചെയ്തു -1 -2 ഇന്റെ വാല്യൂ -2 ആണെന്ന് കിട്ടി. ഇനി എസിന് നമുക്ക് വാല്യൂസ് കൊടുത്താലൊന്നും വേറെ 0 ആയി പോവില്ല. സോ കോഎഫിഷ്യൻസുകൾ തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇവിടുത്തെ ഹയസ്റ്റ് കോഎഫിഷ്യന്റ് വരുന്നത് s⁴ ആണ്. സോ ആദ്യം കോഎഫിഷ്യന്റ് ഓഫ് s⁴ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റിൽ s⁴ കോഎഫിഷ്യന്റ് -1, റൈറ്റിൽ s⁴ വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അല്ല എന്റെ ടേമും ഇവിടെ ഇന്റെ ടേമും ഇത് as³ × s as⁴ ആണ്. അപ്പോൾ s⁴ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ -1, റൈറ്റിൽ ഇവിടെ ഒരു a ഉണ്ട്, ഇവിടെ പ്ലസ് ഇ ഉണ്ട്. അപ്പോൾ a പ്ലസ് ഇ ഈക്വൽ ടു -1 വിച്ച് ഇംപ്ലൈസ് എന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട് -2. അതായത് a -2 ഈക്വൽ ടു -1 വിച്ച് ഇംപ്ലൈസ് a ഈക്വൽ ടു -1 + 2 ദാറ്റ് ഈസ് 1. എന്റെ വാല്യൂ കിട്ടി. അപ്പോൾ s⁴ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്തപ്പോൾ എന്റെ വാല്യൂ കിട്ടി. ഇനി അടുത്തത് s³ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. ലെഫ്റ്റിൽ s³ കോഎഫിഷ്യന്റ് 1, റൈറ്റിൽ s³ വരുന്നത് as³ × 1 ചെയ്താൽ s³ വരും. ഇവിടെ bs² × s bs³ വരും, വേറെ ഏതിലുമില്ല. അപ്പോൾ s³ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്താൽ ലെഫ്റ്റിൽ 1 ഈക്വൽ ടു ഇവിടെ a പ്ലസ് b. എന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട് 1 ആണെന്ന്, അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 1 is equal to 1 plus b which implies b equal to 1 അങ്ങോട്ട് പോകുമ്പോൾ 1 - 1 0. ഇനി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ്റെ ഏതാണ്, ഏതൊക്കെ കിട്ടിയിട്ടുണ്ട്? d കിട്ടി, e കിട്ടി, a b കിട്ടി. ഇനി നമുക്ക് c കണ്ടുപിടിക്കണം. c കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? a² കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുക. ലെഫ്റ്റിൽ a² കോഎഫിഷ്യന്റ് 6 ആണ്. അപ്പോൾ 6 ഈക്വൽ ടു പിന്നെ s² വരുന്നത് ഇവിടെ bs² × s+1 ചെയ്യുമ്പോൾ bs³ പ്ലസ് bs² ആണ്. സോ ഇവിടെ ലെഫ്റ്റിൽ ഒരു b വരും, b പ്ലസ് cs² ആണ്. അപ്പോൾ b പ്ലസ് c, ബിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 0 ആണെന്ന്, അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6 is equal to 0 plus c which implies c equal to 6. അപ്പോൾ കോഎഫിഷ്യൻസ് എല്ലാം ഓരോന്ന് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഓരോ 5 കോൺസ്റ്റന്റിന്റെയും വാല്യൂസ് കിട്ടി. ഇനി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹെൻസ് f of s is equal to ഇതിന്റെ വാല്യൂ -s⁴ plus s³ plus 6s² minus 6 divided by s⁴ into s+1 is equal to എന്ത് വരും? a/s. എക്ക് പകരം വാല്യൂ കൊടുക്കുക. എന്റെ വാല്യൂ 1, അപ്പോൾ 1/s പ്ലസ് ബിന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 0/s² പ്ലസ് c കിട്ടിയത് 6, അപ്പോൾ 6/s³ പ്ലസ് d/s⁴, ഡിന്റെ വാല്യൂ -6. സോ -6/s⁴ പ്ലസ് ഇന്റെ വാല്യൂ എത്ര കിട്ടിയത്? e ഈക്വൽ ടു -2. സോ -2/s+1. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? f of s കിട്ടി. നമുക്കിനി വേണ്ടത് f of t ആണ്. f of t കിട്ടാൻ വേണ്ടിയിട്ട് L ഇൻവേഴ്സ് എടുക്കാം. Therefore L inverse of f of s അതാണ് f of t which is equal to L inverse of ഈ ടേം ആണ്. that is L inverse of 1/s plus 0/s² 0 ആവും. L inverse of 1/s plus 6/s³ minus 6/s⁴ minus 2/s+1. Linearity property വെച്ചിട്ട് L inverse of f of s is equal to f of t equal to ഓരോ ടേമിന്റെയും L inverse എടുക്കാം. ഓരോ ടേമിന്റെയും L inverse എടുത്താൽ എന്ത് വരും? f of t equal to L inverse of 1/s plus L inverse of 6/s³ minus L inverse of 6/s⁴ minus L inverse of 2/s+1 which is equal to L inverse of 1/s. L inverse of 1/sന്റെ വാല്യൂ 1 പ്ലസ് 6 കോൺസ്റ്റന്റ് ആണ്, അത് ഇൻവേഴ്സിന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 6 × L inverse of 1/s³ മൈനസ് 6 × L inverse of 1/s⁴ മൈനസ് ഇതിൽ നിന്ന് 2 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 2 × L inverse of 1/s+1 which is equal to 1 plus 6 × L inverse of 1/s⁴ എന്ന് പറഞ്ഞാൽ t⁻n−1/n−1 ഫാക്ടോറിയൽ ആണ്. L inverse of 1/s³ n പകരം 3, അപ്പോൾ എന്ത് വരും? t⁻³ divided by 3−1 ഫാക്ടോറിയൽ മൈനസ് 6 × ഇവിടെ 1/s⁴ ആണെങ്കിൽ n−1 ഫാക്ടോറിയൽ ബൈ t⁻n−1/n−1 ഫാക്ടോറിയൽ. n പകരം ഇവിടെ 4, സോ t⁻⁴ divided by 4−1 ഫാക്ടോറിയൽ മൈനസ് 2 × L inverse of 1/s minus a e⁻at ആണ്. സോ 1/s plus a എന്ന് പറഞ്ഞാൽ e⁻t. എക്ക് പകരം ഇവിടെ ഉള്ളത് -1 ആണ്. s മൈനസ് a ആണ്. L inverse of 1/s minus a ആണ് e⁻at. അപ്പോൾ s മൈനസ് ഇത് s മൈനസ് -1 എന്നാണ് s+1 എടുക്കുന്നത്. സോ s മൈനസ് L inverse of 1/s minus a ആണ് e⁻at. അപ്പോൾ L inverse of 1/s+1 എന്നുള്ളതിനെ നമുക്ക് L inverse of 1/s minus -1 എഴുതാം. that is e⁻t which is equal to 1 plus 6 ×
t raised to 3 minus 1, that is 6t square divided by 3 minus 1 factorial. 3 minus 1 2 factorial 2 തന്നെ, minus 6 into t raised to 4 minus 1 എന്ന് പറഞ്ഞാൽ t cube divided by 4 minus 1 factorial. 4 minus 1 എന്ന് പറഞ്ഞാൽ 3 factorial. 3 factorialന്റെ വാല്യൂ 3 into 2 into 1, that is equal to 6, minus 2 e raised to minus t, which is equal to 1 plus 6 ഉം 2 ഉം കൂടെ ക്യാൻസൽ ചെയ്തു 3 ടൈംസ്. അപ്പോൾ 1 plus 3t square minus 6 ഉം 6 ഉം ക്യാൻസൽ ചെയ്താൽ t cube minus 2 e raised to minus t. അപ്പോൾ നമ്മൾ എപ്പോഴും സോൾവ് ദ ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് തന്നു കഴിഞ്ഞാൽ അതിലെന്താണ് കൺവല്യൂഷന്റെ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, സോൾവ് ദ ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y of t അല്ലെങ്കിൽ f of t തരും. അപ്പോൾ അതിൽ നിന്ന് ആദ്യം ആ തന്നിട്ടുള്ള ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ഇന്റഗ്രൽ ഇക്വേഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആദ്യം കാണുക. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എസിന്റെ ഒരു ഫംഗ്ഷൻ കിട്ടും. എഫ് ഓഫ് എസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടും, എഫ് ഓഫ് ടി തന്നെ കിട്ടും. അപ്പോൾ അത്രയാണ് നമുക്ക് സോൾവ് ദ ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നാൽ ചെയ്യേണ്ടത്. ഇനി അടുത്തത് വരുന്നതാണ് ട്രാൻസ്ഫോം ഓഫ് എ പീരിയോഡിക് ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പോൾ ഒരു പീരിയോഡിക് ഫംഗ്ഷന്റെ ട്രാൻസ്ഫോം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, അതൊരു തിയറം ആയിട്ടാണ് പറയുന്നത്. അടുത്ത തിയറം ആണ് ട്രാൻസ്ഫോം ഓഫ് എ പീരിയോഡിക് ഫംഗ്ഷൻ. അപ്പോൾ എപ്പോഴാണ് ഒരു ഫംഗ്ഷനെ പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് പറയാം, അതായത് എഫ് ഓഫ് ടി പ്ലസ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി തന്നെയാവുക. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഈസ് പീരിയോഡിക് വിത്ത് പീരീഡ് ടി എന്ന് പറയും. അതായത് ഒരു ഫംഗ്ഷന് വാല്യൂസ് റിപ്പീറ്റ് ആയിട്ട് വരിക, ഓരോ പീരീഡിലും ഫംഗ്ഷൻസ് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ആയിട്ട് വരിക. അപ്പോൾ എഫ് ഓഫ് ടി പ്ലസ് ടി ഈക്വൽ ടു ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ടി ഈക്വൽ ടു ടൈം പീരീഡ് 2 ആണെങ്കിൽ എഫ് ഓഫ് ടി പ്ലസ് 2 എന്ത് തന്നെ ആവണം, എഫ് ഓഫ് ടി തന്നെ ആവുക. അതായത് ട്രാൻസ്ലേഷൻ കൊടുത്തു കഴിഞ്ഞാലും എന്ത് വരില്ല, ഫംഗ്ഷന് ചേഞ്ചസ് ഒന്നും വരില്ല. അല്ലെങ്കിൽ നമുക്ക് ഓരോ ടൈം പീരീഡിൽ ഇപ്പോൾ ടി ഈക്വൽ ടു 2 ആവുമ്പോൾ, ഇപ്പോൾ ടൈം പീരീഡ് 2 ആണെങ്കിൽ ഫസ്റ്റ് 2 സെക്കൻഡ്സിൽ ഒരു ഫംഗ്ഷൻ ആയിരിക്കും കിട്ടുക, അടുത്ത 2 സെക്കൻഡ്സിൽ ഒരു ഫംഗ്ഷൻ ആയിരിക്കും കിട്ടുക, സെയിം ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്ത് വരിക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പീരിയോഡിക് എന്ന് പറയാം. അപ്പോൾ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി പ്ലസ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ആവുകയാണെങ്കിൽ എഫ് ഈസ് പീരിയോഡിക് വിത്ത് പീരീഡ് ടി എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇഫ് എഫ് ഓഫ് ടി ഈസ് പീസ് വൈസ് കണ്ടിന്യൂസ് and of exponential order, piecewise continuous of exponential order and periodic with period t. f of t എന്ന് പറയുന്നത് piecewise continuous ഫംഗ്ഷനും, piecewise continuous എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആവുക, and of exponential order. exponential order എന്ന് പറഞ്ഞാൽ എന്താ, ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് പീരിയോഡിക് വിത്ത് പീരീഡ് ടി. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്, അതിന് ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യും. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷൻ ആണ് വിത്ത് പീരീഡ് ടി. അങ്ങനെയാണെങ്കിൽ എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഫോർമുല 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി. സാധാരണ എഫ് ഓഫ് ടി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താ, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി എന്നായിരുന്നു. ഇനി ആ പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷന് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷനും വിത്ത് പീരിയഡ് ടി ആണെങ്കിൽ, എഫ് ഓഫ് ടി പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷനും എഫ് ഈസ് പീരിയോഡിക് വിത്ത് പീരിയഡ് ടി ആണെങ്കിൽ എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഫോർമുല 1/1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എസ് ടി എന്ന് പറയുന്നത് ആ ടൈം പീരീഡ് ആണ്, ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ടി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. ടൈം പീരീഡ് തന്നെ ആവണമെന്നില്ല, ടൈം എടുക്കുമ്പോഴാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയാം, ജസ്റ്റ് പീരീഡ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ നോക്കാം. എഫ് പീരിയോഡിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എഫ് പീരിയോഡിക് ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ എഫ് ഓഫ് ടി പ്ലസ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി. പീരീഡ് ടി ആണെങ്കിലാണ് എഫ് ഓഫ് ടി പ്ലസ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൽ ഓഫ് എഫ് ഓഫ് ടിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് അറിയാം, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടുത്തെ ഒരു ഇൻ്റഗ്രൽ 0 ടു ടി ആണ് പ്രൂഫിൽ വേണ്ടത്. സോ നമ്മൾ ഈ ഇൻ്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യണം. 0 ടു ഇൻഫിനിറ്റിക്ക് പകരം ടൈം പീരീഡ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 0 ടു ടിയും ടി ടു ഇൻഫിനിറ്റി ആക്കിയിട്ട് മാറ്റി. 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടിനെ 0 ടു ടി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ ടി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടിനെ ഇതാണ്. നമുക്ക് വേണ്ടത് 0 ടു ടി ആണ്. അപ്പോൾ ഇവിടുത്തെ ഇതിലൊരു ഫംഗ്ഷൻ 0 ടു ടി ഉണ്ട്. ഇനി ഇൻ്റഗ്രലിനെ കൂടെ നമുക്ക് മാറ്റി ചെയ്താൽ ടി ടു ഇൻഫിനിറ്റിയെ നമുക്ക് 0 ടു ടി എന്നാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ട്രാൻസ്ലേഷൻ കൊടുക്കുകയാണ്. സ്മോൾ ലെറ്റർ ടി ഈക്വൽ ടു യു പ്ലസ് ക്യാപിറ്റൽ ടി. അങ്ങനെയാണെങ്കിൽ ഈ ഇൻ്റഗ്രേഷൻ എന്തായി മാറും, സ്മോൾ ടി ഈക്വൽ ടു യു പ്ലസ് ടി ആണ്. സോ ഡി ടി എന്നുള്ളത്, അതായത് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ടി ഈക്വൽ ടു യു പ്ലസ് ടി എന്ന് കൊടുത്താൽ ഡി ടി ഈസ് ഈക്വൽ ടു ഡി യു ആണ്. അതുപോലെ ടിൻ്റെ വാല്യൂ സ്മോൾ ലെറ്റർ ടി ഈക്വൽ ടു ക്യാപിറ്റൽ ടി ആവുമ്പോൾ യു എന്ന് പറയുന്നത് എന്ത് വരും, ടി മൈനസ് ടി ആണ്. ദാറ്റ് ഈസ് ടി മൈനസ് ടി എന്ന് പറയുമ്പോൾ ടി ഈക്വൽ ടു ക്യാപിറ്റൽ ടി കൊടുത്താൽ ക്യാപിറ്റൽ ടി മൈനസ് ടി 0. ടി ഈക്വൽ ടു സ്മോൾ ടി ഈക്വൽ ടു ക്യാപിറ്റൽ ടി ആകുമ്പോൾ യുവിൻ്റെ വാല്യൂ 0,
ടി ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ യു പ്ലസ് ടി എന്നുള്ളത് എന്തായി മാറും? ഇൻഫിനിറ്റി യു ഇസ് ഈക്വൽ ടു ടി മൈനസ് ടി ആണ്. ദാറ്റ് ഈസ് ടി ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുത്താൽ ഇൻഫിനിറ്റി മൈനസ് ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ടി ടു ഇൻഫിനിറ്റി മാറിയിട്ട് 0 ടു ഇൻഫിനിറ്റി ആയി മാറി. വിച്ച് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ഇൻ്റഗ്രൽ എന്തായി മാറും? ടി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു ടിക്ക് പകരം യു പ്ലസ് ടി എന്ന് കൊടുക്കാം, എഫ് ഓഫ് ടിക്ക് പകരം യു പ്ലസ് ടി ഡി യു വിച്ച് ഇസ് ഈക്വൽ ടു ഇതിനെ ഇ റേസ് ടു മൈനസ് എസ് യു എന്നാണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് എസ് യു ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി എന്ന് എഴുതാം. വിത്ത് റെസ്പെക്ട് ടു യു ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻ്റഗ്രേഷൻ നിന്ന് പുറത്തേക്ക് എടുക്കാം. ബാക്കിയുള്ളത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് യു എഫ് ഓഫ് യു പ്ലസ് ടി എന്ത് തന്നെയാണ്? എഫ് ഓഫ് യു തന്നെ. എഫ് ഓഫ് ടി പ്ലസ് ടി എഫ് ഓഫ് ടി ആണെങ്കിൽ എഫ് ഓഫ് യു പ്ലസ് ടി എഫ് ഓഫ് യു ഡി യു എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇത് ഏതിൻ്റെ ഡെഫിനിഷനാണ്? എൽ ഓഫ് എഫ് ഓഫ് ടീൻ്റെ ഡെഫിനിഷനാണ്. അതായത് ഇവിടെ ടിക്ക് പകരം യു ആണ്, എൽ ഓഫ് എഫ് ഓഫ് യു എന്നാണ്. യു എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വേരിയബിൾ ആയതുകൊണ്ട് നമുക്കിതിന് എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് തന്നെ എഴുതാം. രണ്ട് സൈഡും എൽ ഓഫ് എഫ് ഓഫ് ടി, സോറി ഇവിടെ കിട്ടിയത് ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി. അത് ഏതിനെ മാറ്റിയത്? ലാസ്റ്റ് ഇൻ്റഗ്രലിനെ, എൽ ഓഫ് എഫ് ഓഫ് ടിയിലെ. അപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore L of f of t equal to integral 0 to t e raised to minus st f of t dt plus ഈ ഇൻ്റഗ്രേഷന് പകരം നമുക്ക് e raised to minus st into L of f of t എന്ന് കൊടുക്കാം. രണ്ട് സൈഡും L of f of t ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? 1 minus e raised to minus st into capital ST. 1 minus e raised to minus s capital T into L of f of t equal to ഈ integration integral 0 to t e raised to minus st integral 0 to t e raised to minus st into f of t dt എന്ന് വരും. which implies L of f of t is equal to ഇത് അങ്ങോട്ട് പോകുമ്പോൾ 1 by 1 minus e raised to minus st into integral 0 to t e raised to minus st f of t dt. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? സാധാരണ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് സാധാരണ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എൻ്റെ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി ആണ്. ഇനി അതിന് പകരം എഫ് ഓഫ് ടി എന്ന് പറയുന്നത് പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷനും എഫ് പീരിയോഡിക് വിത്ത് പീരീഡ് ടി യു ആണെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് എന്ന് പറയുന്നത് 1 by 1 minus e raised to minus s t into integral 0 to t e raised to minus s t f of t dt ആണ്. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന എപ്പോൾ മാത്രമേ യൂസ് ചെയ്യുള്ളത്? ഫംഗ്ഷൻ പീരിയോഡിക് ആവുമ്പോൾ മാത്രം. അടുത്തത് നമ്മൾ പറഞ്ഞ ട്രാൻസ്ഫോം ഓഫ് പീരിയോഡിക് ഫംഗ്ഷൻ തൊട്ട് മുമ്പ് പറഞ്ഞ തിയറത്തിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇതിലത്തെ ലാസ്റ്റ് സെക്ഷനാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ അപ്ലിക്കേഷൻ. ഇനി പറയാൻ പോകുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്, അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. അതിന് മുമ്പ് നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ റിസൾട്ടിൽ പഠിച്ച ലാസ്റ്റ് അപ്ലിക്കേഷനാണ് എന്ത്? ട്രാൻസ്ഫോം ഓഫ് എ പീരിയോഡിക് ഫംഗ്ഷൻ എന്നത് ഡെഫിനിഷനിൽ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ പീരിയോഡിക് ഫംഗ്ഷൻസ് എഫ് ഓഫ് ടി ഡിഫൈൻഡ് ബൈ ദ ഫോളോയിങ് ഫിഗർ. ഒരു ട്രയാങ്കുലർ വേവ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെ എക്സ് ആക്സിസിൽ ടി, വൈ ആക്സിസിൽ എഫ് ഓഫ് ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫിഗറിൻ്റെ പ്രത്യേകത എന്താണ്? 0 to 2 വരെ ഉള്ള ഷേപ്പ് തന്നെയാണ് 2 to 4ലും 4 to 6ലൊക്കെ വരുന്നത്. കണ്ടിന്യൂ ചെയ്യുന്നത് സെയിം ഫോമാണ്. അപ്പോൾ ഇതാണ് ട്രയാങ്കുലർ വേവ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 0 to 2 വരെ, അതായത് ലെങ്ത് എത്രയാണ്? 2. 2 to 4ൻ്റെ ലെങ്ത് 2, 4 to 6ൻ്റെ ലെങ്ത് 2. അപ്പോൾ 2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ, അതായത് ഓരോ 2 seconds കഴിയുമ്പോഴും ഫിഗർ എന്താണ്? സെയിം ആവണം, ഫംഗ്ഷൻ സെയിം ആയിട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ തന്നിട്ടുള്ള ഫംഗ്ഷന് പീരിയോഡിക് വിത്ത് പീരീഡ് ടി ഈക്വൽ ടു 2 ആണ്. സോ നമുക്ക് ഫോർ 0 to 2ൽ നമുക്ക് എന്താണോ ഫിഗർ, നമുക്ക് ഫംഗ്ഷൻ എന്താണോ അത് തന്നെയാണ് എന്ത് വരുന്നത്? 2 to 4ലും 4 to 6ലെല്ലാം വരുന്നത്. സോ 0 to 2ൽ നമുക്ക് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. 0 to 1 വരെ എഫ് ഓഫ് ടി ഈക്വൽ ടു ടി. ഇത് എഫ് ഓഫ് ടി ഈക്വൽ ടു ടി എന്ന് പറയുന്ന ഗ്രാഫാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സിൻ്റെ ഗ്രാഫാണ് എന്ത്? ഇങ്ങനെ വരുന്നത്, ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നത്. പിന്നെ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് 2 minus t ആണ്. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തു എഫ് ഓഫ് ടി ഈക്വൽ ടു ടി ഫോർ 0 to 1, 1 to 2ൽ ടു മൈനസ് ടി എന്നുള്ളത്. ഇനി നമുക്കറിയാം എഫ് ഓഫ് ടി പ്ലസ് 2. അപ്പോൾ 0 to 2 വരെ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതിന് ശേഷമുള്ളത് എന്താണ്? ടൈം പീരീഡ് ആണ്. സോ എഫ് ഓഫ് ടി പ്ലസ് 2 is equal to എഫ് ഓഫ് ടി എന്ന് എഴുതാം. പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഓഫ് ടി പ്ലസ് ക്യാപിറ്റൽ ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ആണെന്നറിയാം. ടിക്ക് പകരം 2 എന്ന് കൊടുത്തു. ദെൻ ബൈ എബോവ് തിയറം, അതായത് ട്രാൻസ്ഫോം ഓഫ് പീരിയോഡിക് ഫംഗ്ഷൻ വെച്ചിട്ട് എൽ ഓഫ് എഫ് ഓഫ് ടി, നമുക്ക് ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ എൽ ഓഫ് എഫ് ഓഫ് ടി is equal to ബൈ ഡെഫിനിഷൻ ആ തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താം? 1 by e raised to minus st into integral 0 to t e raised to minus st f of t dt ആണ്. അപ്പോൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
which is equal to 1 divided by 1 minus e raised to capital T എന്ന് പറയുന്നത് 2 ആണ്. So e raised to minus 2s integral 0 to 2 t ക്ക് പകരം 2 എന്ന് കൊടുത്തു e raised to minus st f of t dt which is equal to 1 by 1 minus e raised to minus 2s into 0 to 2 നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം കാരണം 0 to 1 ഒരു ഫംഗ്ഷൻ 1 to 2 വേറൊരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ integral 0 to 1 e raised to minus st f of t dt plus integral 1 to 2 e raised to minus st f of t dt എന്ന് എഴുതാം which is equal to 1 by 1 minus e raised to minus 2s into integral 0 to 1 ൽ f of t t ആണ്. ഇവിടെ f of t ക്ക് പകരം t e raised to minus t dt എന്ന് എഴുതാം പ്ലസ് integral 1 to 2 ഇവിടെ f of t എന്താ 1 to 2 ൽ 2 minus t. അപ്പോൾ 2 minus t into e raised to minus st f of t dt എന്ന് എഴുതാം which is equal to 1 by 1 minus e raised to minus 2s into ഇവിടെ t യും e raised to minus st. ഇപ്പോൾ രണ്ട് tയിലുള്ള ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ t ആണ്. t ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് e raised to minus st ൻ്റെ ഇൻ്റഗ്രൽ e raised to minus st by minus s ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കൊടുത്തു 0 to 1. ഫസ്റ്റ് ടേമിനും കൂടെ ചേർത്തിട്ട് വേണം കൊടുക്കാൻ. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 ടീൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് e raised to minus st ഇൻ്റഗ്രേറ്റ് ചെയ്താൽ e raised to minus st by s dt പ്ലസ് ഇവിടെ അതുപോലെ തന്നെ 2 minus t യും e raised to minus st ആണ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യണം ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ 2 minus t ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ e raised to minus st by s ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കൊടുത്തു 1 to 2 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ 2 minus t നെ വിത്ത് റെസ്പെക്ട് ടു t ഇൻ്റഗ്രേറ്റ് ചെയ്താൽ -1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് e raised to minus st by minus s dt which is equal to 1 by 1 minus e raised to minus 2s into ഇതിന് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കൊടുക്കുകയാണ്. ടിക്ക് ആദ്യം 1 കൊടുക്കുക പിന്നെ 0 കൊടുക്കുക. ടിക്ക് 1 കൊടുത്താൽ എന്ത് വരും e raised to minus s ഡിവൈഡഡ് ബൈ മൈനസ് എസ് മൈനസ് ടി ഈക്വൾ ടു 0 കൊടുത്തിട്ടാകുമ്പോൾ 0 ആയിപ്പോയി. മൈനസ് ഈ -1 by s പുറത്തേക്ക് എടുത്താൽ മൈനസ് മൈനസ് പ്ലസ് 1 by s ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to minus st എന്ന് വരും. e raised to minus st ൻ്റെ ഇൻ്റഗ്രൽ e raised to st by minus s. അപ്പോൾ എസും മൈനസ് എസും കൂടെ മൈനസ് എസ് സ്ക്വയർ. അപ്പോൾ മൈനസ് e raised to minus st by s സ്ക്വയർ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to 1. ഇനി ഇതിനകത്ത് ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ -1 by s പുറത്തേക്ക് എടുത്തു പ്ലസ് -1 by s പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ള ലിമിറ്റ് കൊടുത്താൽ എന്ത് വരും t ഈക്വൾ ടു 2 കൊടുത്താൽ ഈ ടേം 0 ആയിപ്പോയി. 2 minus 2 0 ആയി. മൈനസ് ലോവർ ലിമിറ്റ് 1 കൊടുത്താൽ 2 minus 1 1 e raised to minus s into 1 e raised to minus s s പുറത്തുണ്ട്. മൈനസും മൈനസും കൂടെ ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആയി. ഇവിടെ മൈനസ് ഉണ്ട്. e raised ബാക്കിയുള്ളത് ഇൻ്റഗ്രൽ 1 to 2 e raised to minus st e raised to minus st നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അതായത് മൈനസ് മൈനസ് പ്ലസ് ആയി. -1 by s പുറത്തുണ്ട്. e raised to minus st നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ e raised to minus st by minus s. ഈ മൈനസും പോസിറ്റീവ് s by s ഇൻറ്റു s സ്ക്വയർ. അപ്പോൾ ബാക്കിയുള്ളത് e raised to minus st by s സ്ക്വയർ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 1 to 2 which is equal to 1 by 1 minus e raised to minus 2s ഇൻറ്റു മൈനസ് മുകളിലേക്ക് ചെയ്താൽ മൈനസ് e raised to minus s ഡിവൈഡഡ് ബൈ s മൈനസ് ഇതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുത്താൽ e raised to minus s by s സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ e raised to 0 1 സോ 1 by s സ്ക്വയർ. ഈ മൈനസും കൂടെ പ്ലസ് e raised to minus s by s പ്ലസ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ e raised to minus 2s by s സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ e raised to minus s by s സ്ക്വയർ. മൈനസ് e raised to minus s by s പ്ലസ് e raised to minus s by s ക്യാൻസൽ ആയി. ബാക്കിയുള്ളത് 1 by e raised to minus 2s ഇൻറ്റു 1 by 1 minus e raised to minus 2s ഇൻറ്റു മൈനസ് e raised to minus s by s സ്ക്വയർ മൈനസ് കൂടെ പ്ലസ് 1 by s സ്ക്വയർ പ്ലസ് e raised to minus 2s by s സ്ക്വയർ മൈനസ് e raised to minus s by s സ്ക്വയർ. എല്ലാറ്റിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ s സ്ക്വയർ. ഇനി ഈ 1 ആദ്യം എഴുതി 1 മൈനസ് e raised to minus s മൈനസ് e raised to minus s e raised to minus s minus e raised to minus s minus e raised to minus s minus e raised to minus 2s plus e raised to minus 2s whole divided by s square എന്ന് എഴുതാം. ഇവിടെ നമ്മൾ എന്താ നോക്കിയത് ഗ്രാഫ് തന്നു. അതല്ലെങ്കിലും ടൈം പീരിയോഡിക് ആണെങ്കിൽ നമുക്കറിയാം ഫംഗ്ഷൻ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുക. എഫ് ഓഫ് ടി തരും പിന്നെ എഫ് ഓഫ് ടി പ്ലസ് 2 അല്ലെങ്കിൽ ഏതെങ്കിലും പീരീഡ് എന്ന് വെച്ചാൽ അതുകൂടെ തരും. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യനിൽ പീരിയോഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ വിത്ത് പീരീഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ ഈ റിസൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്.